നമ്മുടെ ജിഞ്ചുപൂച്ച ഒരു പണി ഒപ്പിച്ചു ഗൈസ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ പുറകിൽ ഒരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ ആശാൻ അതിനകത്ത് പോയി ചാടി തിരിച്ച് കയറാൻ പറ്റാതെ കുറച്ച് നേരം അതിനകത്ത് കിടന്ന് അവൻ്റെ ബോഡി ടെമ്പറേച്ചറൊക്കെ പോയി കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം ചൂടാക്കി വെച്ച് നമ്മൾ പെറ്റ് റെസ്റ്റിലേക്ക് പോകുന്നു കേട്ടോ. രാവിലെ 8:30 ആയപ്പോഴത്തേക്ക് നമ്മൾ പെറ്റ് റെസ്റ്റിലേക്ക് വന്നു. പെറ്റ് റെസ്റ്റ് തുറക്കാനൊരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പെറ്റ് റെസ്റ്റ് സാധാരണ തുറക്കാറുള്ളൂ. അപ്പം നമ്മൾ ഡോക്ടറെ നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പം ഡോക്ടറോടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ ഒരു വെള്ളം പോലും കുടിക്കാതെ കേട്ടോ എണീറ്റ് വന്നേ. അതുകൊണ്ട് ഞാൻ പതുക്കെ ഒരു ചായ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു അടുത്തുള്ളൊരു ചായക്കടയിൽ പോയി ഒരു ബേക്കറിയിൽ പോയിട്ടൊരു പരിപ്പുവടയും ചായ കുടിച്ചു. പിന്നെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് നടക്കുന്ന വഴിക്ക് ഭയങ്കര മഴ കേട്ടോ. ഇത് അതിരമ്പുഴ പള്ളിയാട്ടോ ഈ കാണുന്നത്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആളെ എണീറ്റിരിപ്പുണ്ട്, കണ്ണൊക്കെ തുറന്നിരിപ്പുണ്ട്. അപ്പോൾ അവനൊരു ട്രിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മെഡിസിനും കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെസ്റ്റിൽ ഇനി വെള്ളം ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ആവണ്ടെന്ന് ഓർത്താട്ടോ ഇതൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നത്. നമ്മൾ പെട്ടിയെടുക്കാൻ മറന്നുകൊണ്ട് നമ്മൾ കൂടെടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഒരു കാർഡ്ബോർഡ് ബോക്സിലാട്ടോ ആശാനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ വൈകിട്ട് ജിഞ്ചറിനെ ഒന്നുകൂടെ കൊണ്ടുവന്നു കേട്ടോ. അവന് ഒന്നുകൂടെ ട്രിപ്പൊക്കെ ഇടണം. ഇപ്പോൾ ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാലും ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ നമ്മൾ വൈകിട്ട് ഒന്നുകൂടെ കൊണ്ടുവന്നിട്ട് ട്രിപ്പൊക്കെ ഇടും കേട്ടോ. അവന് കുറച്ച് ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ എഴുതി തന്നു കേട്ടോ. അതൊക്കെ നമ്മൾ വൈകിട്ട് കൊണ്ട് കൊടുത്തു. എന്തോ ഭാഗ്യം കൊണ്ട് അവനെ സമയത്തിന് കണ്ടുകൊണ്ട് നമുക്ക് രക്ഷിക്കാൻ പറ്റി കേട്ടോ. ഇപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു.